ഹായ്, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. അതായത് ഒരു ചേച്ചി, എൻ്റെ അടുത്ത് ചേച്ചിയാണോന്ന് എനിക്കറിയില്ല, ഓക്കെ വാട്ടോ, ഒരാൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലൂവിൻ്റെ കാര്യം. അപ്പം കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, ഫസ്റ്റ് തന്നെ ഞാൻ പറയുവാണ്. ഈ ഗ്ലൂ, അതായത് B7000 ഗ്ലൂവിനെ പറ്റിയിട്ട് ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് 60 രൂപയേ ഉള്ളൂ. അതുമല്ല, നമ്മുടെ സാധാരണ നോർമൽ ഫാബ്രിക് ഗ്ലൂവിനേക്കാൾ ഫാർ ബെറ്ററാണ്. വൺസ് ഇത് എല്ലാ പശയും പോലെ നമ്മൾ ഒട്ടുന്നത് വരെ ഇത് കുറച്ചൊരു ഇതായിരിക്കും, നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷെ ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇളകില്ല. നമ്മൾ അത്രയും ശക്തി പ്രയോഗിച്ചാൽ ഇളകില്ല. പിന്നെ ഇളക്കണം എന്ന് വിചാരിച്ച് ഇളക്കിയാൽ ഇളകും, അതേത് പശയായിരുന്നാലും. അപ്പം നമ്മൾ ഇടുമ്പോൾ ഇളകയൊന്നുമില്ല. നിങ്ങൾ നോർമൽ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കൂ. പിന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടെ വലുതുണ്ട്, നിങ്ങൾക്ക് വലുത് വാങ്ങി വയ്ക്കാം. പിന്നെ എന്തുവാ, ഇത് നല്ല പ്രൊഡക്റ്റാണ്. കയ്യിൽ വീഴാതെ, കൂടുതൽ വീണാൽ പൊള്ളും എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്ക് അനുഭവമില്ല. പക്ഷെ ഞാൻ പറയുവാണ്, നല്ലൊരു ഗ്ലൂ ആണ്, സ്റ്റാൻഡേർഡാണ്. പിന്നീട് നമ്മൾ മാർക്കിംഗ് ഒന്നും അങ്ങനെ പെട്ടെന്ന് കാണില്ല, ഒരു വൈറ്റ് കളറിൽ പോലും കാണില്ല. അങ്ങനെ നമ്മൾ നോർമൽ ഫാബ്രിക് ഗ്ലൂ പോലെ പശയുടെ മാർക്കിംഗ് ഒന്നും കാണില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലൂ ആണ് സജസ്റ്റ് ചെയ്യുന്ന കാര്യം. ഞാൻ 3 വർഷം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പെട്ടെന്ന് ഇളകിയൊന്നും പോകുന്നില്ല. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഉള്ള സംശയമാണ്, 2-3 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബീഡ്സൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയെന്നുള്ളത്. ഇത് കണ്ടോ, ഇതെല്ലാം ഞാൻ വാങ്ങിയത് ട്രിവാൻഡ്രം ചാലക്കകത്തുള്ള അൽഹിബ ട്രേഡേഴ്സ്. അൽഹിബ, ഒന്നുകൂടെ പറഞ്ഞുതരാം, അൽഹിബ ട്രേഡേഴ്സ്. 2 ഫ്ലോറിലായിട്ടാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് ഈ കുന്തൻ സ്റ്റോണും ഈ സ്റ്റോൺസൊക്കെ വാങ്ങിയത്, ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും. സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ് ഈ ബോൾ ബീഡ്സൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം അൽഹിബയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈഡ് വെറൈറ്റി ഓഫ് ബീഡ്സും ഇങ്ങനത്തെ ക്രോഷ്യ, നമ്മളെ ക്രോഷ്യയില്ലേ, ആ ക്രോഷ്യ ഉണ്ടാക്കുന്ന സാധനങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നല്ല അഫോർഡബിൾ റേറ്റിൽ, ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ ഞാൻ അടുത്ത ഷോപ്പിൽ നിന്ന് ഈ 2 സ്ട്രിങ്സ് വാങ്ങിയപ്പോൾ എനിക്ക് 20 രൂപ എങ്ങാണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു ഫുൾ ബഞ്ച് വാങ്ങിയപ്പോൾ എനിക്ക് 100 റുപ്പീസ്, അതായത് എത്ര രൂപയുടെ ലാഭമെന്ന് അറിയാമോ? അപ്പം ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ബീഡ്സ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വലിയ പാക്കറ്റ് കട്ട് ബീഡ്സൊക്കെ തന്നെ നിങ്ങൾക്ക് 100-120 രൂപയ്ക്കൊക്കെ കിട്ടും. നമ്മൾ 50 ഗ്രാം 30-40 രൂപയ്ക്ക് വാങ്ങുന്നതിന് പകരം ഈ ഹോൾസെയിലായിട്ട് വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ബെറ്ററാണ്. അപ്പോൾ ഞാൻ അൽഹിബയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. നിങ്ങൾക്കും ഞാൻ അത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇതൊരു പ്രൊമോഷനല്ല. കാര്യം ഞാൻ അവിടെ നിന്ന് തന്നെയാണ് ഈ ആരി വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഞാൻ അവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഗാന്ധി പാർക്കിനടുത്തൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അൽഹിബ എവിടെയെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും, അത്രയും അടുത്താണ്. അപ്പം നിങ്ങൾക്ക് പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിക്കാം. പിന്നെ ഈ തയ്ക്കുന്ന മെറ്റീരിയൽസ്, അതായത് ചോക്കായിക്കോട്ടെ, സിബായിക്കോട്ടെ, വാട്ടവർ, നിങ്ങളൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് നടത്തുന്നുണ്ട്, അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവരുടെ തന്നെ വേറെ ഷോപ്പായില്ല, വെറൈറ്റി എന്നും പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയാൽ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത സൂചി. ഈ സൂചി നോർമൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് 23 നീഡിൽ സൈസ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 23 വാങ്ങിച്ചോളൂ, നിങ്ങൾക്ക് നന്നായിരിക്കും. അതിൽ ഞാൻ സാധാരണ പശ തേച്ചിട്ട് നമ്മുടെ തയ്ക്കുന്ന നൂല് ചുറ്റി കൊടുത്തതാണ് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. സാധാരണ ഒരുപാട് ലോഡാവില്ല എങ്കിലും ഒരു 5-6 മുത്തൊക്കെ ഒരുമിച്ച് ലോഡ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ ഫ്ലെക്സിബിൾ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇറ്റുലിപ്പിൻ്റെ ഈ നീഡിൽ യൂസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലത്. കാര്യം ആ കൈവഴക്കം കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതായത് ഞാൻ മാക്സിമം പറഞ്ഞുതരാൻ നോക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് ഫ്രെയിം. അപ്പം ക്യാമറ കുറച്ച് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് പിടിക്കുന്നതുകൊണ്ട് കേട്ടോ, സ്റ്റാൻഡ് നേരെ ഇരിക്കുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഒന്ന് ഷേക്ക് ആവുന്നത്. അപ്പം ഇതാണ് ഫ്രെയിം. അപ്പം ഫ്രെയിം നമുക്ക് ഇങ്ങനെ അസംബിൾ ചെയ്യേണ്ടി വരും. നമുക്ക് അപ്പം ഇങ്ങനെ 4 കാലുണ്ടാവും. ഞാൻ 2 ഇളക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി 2 ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഹോൾസ് ഉണ്ടാവും, 4 സൈഡും ഹോൾസ് ഉണ്ടാവും. ഈ ഹോൾസിനകത്തൂടെ നമ്മൾ ആ സ്ക്രൂ ഇൻസേർട്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ സ്ക്രൂ എടുത്ത് ആ ഹോളിനകത്തൂടെ ഇട്ടതിന് ശേഷം സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ ഇളകും, അത് വീണ്ടും ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ ഇരുന്നോളൂ. കണ്ടോ,
ഇതുപോലെ ആ ഹോളിനകത്തൂടെ ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനടിയിൽ കൂടെ വെച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് നമ്മൾ സാധാരണ സ്ക്രൂ ടൈറ്റ് ചെയ്യില്ലേ, അതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അസംബിൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. 600 രൂപയെങ്ങാണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഫ്ലിപ്കാർട്ടിൽ. മീഷോയിലും അത്രയാവും ചാൻസ് ഉണ്ട്. നിങ്ങളൊന്ന് കമ്പാരിറ്റീവ്ലി നോക്കി റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി. അപ്പം ഞാൻ 4 സൈഡും അസംബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും 3 വർഷം കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ടാണ് കുറച്ച് തുരുമ്പ് പിടിച്ച്, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നിങ്ങൾക്ക് എവിടെ വേണേൽ കൊണ്ടുപോകാം ഈ ആരി സ്റ്റാൻഡ്. പിന്നെ അത്യാവശ്യം ബ്ലൗസും ഒക്കെ ചെയ്യാം. സാരിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് പാടായിരിക്കും. ഇത് 18 ഇഞ്ചിൻ്റെ സൈസ് വരുന്ന ഫ്രെയിമാണ് കേട്ടോ ഈ ഇതിന് പറ്റിയത്. 18 സൈസ് വരുന്ന ആരി എംബ്രോയ്ഡറി ഫ്രെയിമാണ് ഈ സ്റ്റാൻഡിൽ പറ്റുന്നത്. അതേ ഇതിലിരിക്കുകയുള്ളൂ, അല്ലാതെ ചെറുതോ വലുതോ പറ്റില്ല. 18 ഇഞ്ചിൻ്റെ ആരി ഫ്രെയിമാണ്, എംബ്രോയ്ഡറി ഫ്രെയിമാണ് ഇതിന് ബെറ്റർ ആയിട്ടുള്ളത്. അപ്പം എനിക്ക് അറിയാവുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കിനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക കേട്ടോ. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനവും വാങ്ങിയാൽ മാത്രമേ നമുക്ക് ആരി ക്ലാസ് പഠിക്കാൻ പറ്റൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ